നിങ്ങൾ ഒരിക്കൽ പോലും ആർക്കെങ്കിലും മുന്നിൽ നിസ്സാരമായ ഒരാളായി തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ അവഗണിക്കുന്നു. നിങ്ങൾ ശ്രമിക്കുമ്പോൾ അവർക്കൊരു തമാശയായി പോലെ തോന്നും. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിലും ആരും നിങ്ങളെ ഗൗരവത്തിൽ കാണുന്നില്ല. എന്തുകൊണ്ട്? ഇതൊരിക്കലും യാദൃശ്ചികമല്ല. ഇത് സംഭവിക്കുന്നത് ഒരു കാരണത്താലാണ്. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടാകും, പക്ഷേ നിങ്ങൾ അത് തുറന്നു പറഞ്ഞാൽ ആളുകൾ എന്തു പറയും? അത് നിനക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ഇത് വളരെ വലിയ കാര്യമാണ്, അല്ലെങ്കിൽ ചിലർ ഒന്നും പറയില്ല, പക്ഷെ അവരുടെ മുഖം തന്നെ പറയും ഇവനാൽ ഒന്നും സാധിക്കില്ലെന്ന്. ഇത് നിങ്ങൾക്ക് വേദനയാകില്ലേ? നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അത് ലോകം കാണുന്നില്ല. ഇവിടെ ഒരു സത്യമുണ്ട്. ലോകം നിങ്ങളെ കാണുന്നു. ലോകം നിങ്ങളെ കാണുന്നത് നിങ്ങളെ അവതരിപ്പിക്കുന്ന രീതിയിലാണ്. ഒരു ദിവസം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ചിന്ത വരും, എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ അവഗണിക്കപ്പെടുന്നു എന്ന്. ഇത് നിങ്ങളെ തകർക്കുന്ന ചോദ്യമല്ല, ഇത് നിങ്ങളെ ഉയർത്തുന്ന ചോദ്യമാണ്. കാരണം ആ ദിവസം നിങ്ങൾ തിരിച്ചറിയും, എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എൻ്റെ കൈകളിലാണെന്ന്. റൂൾ നമ്പർ 1, രഹസ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ പറഞ്ഞാൽ ആ പ്ലാൻ സാധിക്കാനുള്ള സാധ്യത വളരെ കുറയും. കാരണം ആളുകൾ എന്തെങ്കിലും സംശയം നിങ്ങളുടെ മുന്നിലേക്കിടും. ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. ചിലർ നിങ്ങൾക്ക് മുമ്പേ അത് ട്രൈ ചെയ്യാൻ ശ്രമിക്കും. ഇത് മനുഷ്യരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ശബ്ദമില്ലാതെ വളരട്ടെ. ഒരു വിത്ത് പോലെ മണ്ണിനിടയിൽ ആരും കാണാതെ ശാന്തമായി വളരുന്നു. അതൊരു വൃക്ഷമായി മാറുമ്പോൾ ആരും അവഗണിക്കാൻ കഴിയില്ല. നിങ്ങളും അതുപോലെ ആയിരിക്കണം. റൂൾ നമ്പർ 2, പരിധികൾ സൃഷ്ടിക്കുക. നിങ്ങൾ എല്ലായ്പ്പോഴും ലഭ്യമായ ഒരാളാണെങ്കിൽ ലോകം നിങ്ങളെ വിലമതിക്കില്ല. നിങ്ങൾ എപ്പോഴും ഫോൺ എടുക്കുന്നു, എല്ലാത്തിനും ശരി പറയുന്നു, എപ്പോഴും സഹായിക്കാൻ ഓടുന്നു. അപ്പോൾ നിങ്ങൾ പതുക്കെ ഒരു ഓപ്ഷനായി മാറുന്നു, ഒരു പ്രയോറിറ്റി അല്ല. ഒരു സത്യം ഞാൻ പറയാം, പരിധിയില്ലാത്തവന് വിലയില്ല. അതിനാൽ നിങ്ങളുടെ സമയം സംരക്ഷിക്കുക, നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക, നിങ്ങളുടെ ശ്രദ്ധ സംരക്ഷിക്കുക. നിങ്ങളെ ഇല്ല എന്നു പറയാൻ എന്നു പഠിക്കുന്നു, അന്ന് ആളുകൾ നിങ്ങളെ ഗൗരവത്തിൽ എടുക്കാൻ തുടങ്ങുന്നതായിരിക്കും. റൂൾ നമ്പർ 3, നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കണം. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. പക്ഷെ അത് നിയന്ത്രിക്കാത്ത പക്ഷം അത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവുമാകും. ഒരു വ്യക്തി നിങ്ങളെ അപമാനിച്ചു, നിങ്ങൾ ഉടനെ പ്രതികരിച്ചു. ആർക്കാണ് ജയിച്ചത്? അവന്. കാരണം അവൻ നിങ്ങളെ നിയന്ത്രിച്ചു, അവൻ നിങ്ങളെ തളർത്തി. പക്ഷെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ അവനൊന്ന് കുഴങ്ങും. അവൻ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. ശാന്തത ഒരു സിഗ്നലാണ്. ഞാൻ എൻ്റെ വികാരങ്ങളുടെ ഉടമയാണ്, എനിക്ക് എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുക. റൂൾ നമ്പർ 4, കഴിവിന്റെ ശക്തി. ലോകം ഒരു കാര്യം മാത്രം ബഹുമാനിക്കും, മൂല്യം സൃഷ്ടിക്കാൻ കഴിയുന്നവരെ. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും, നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. പക്ഷെ കഴിവില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കും. നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പുണ്ടാകില്ല. നിങ്ങൾ എന്തു തിരഞ്ഞെടുക്കും? ആശ്രയമോ അല്ലെങ്കിൽ നിയന്ത്രണമോ? അതിനാൽ ദിവസവും പഠിക്കുക, ദിവസവും മെച്ചപ്പെടുത്തുക, ദിവസവും വളരുക. ഒരു ദിവസം നിങ്ങളുടെ പേര് തന്നെ ഒരു വിലയാകും. റൂൾ നമ്പർ 5, സ്വയം ആശ്രയം. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ, എനിക്കാരുമില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്ന്? ഈ ചോദ്യം ഭയപ്പെടുത്തുന്നതാണ്. ഇതാണ് നിങ്ങളെ ശക്തമാക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം, മാനസിക ശക്തി, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇവ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും ആവശ്യമില്ല. അപ്പോൾ ആളുകൾ നിങ്ങളെ ഉപേക്ഷിക്കില്ല, കാരണം നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല. റൂൾ നമ്പർ 6, ചിന്തിച്ചു നീങ്ങുക. സ്ട്രാറ്റജിക് തിങ്കിങ്. ജീവിതം ഒരു കളിയായി നോക്കുക. അത് ജയിക്കാൻ വേഗം മാത്രം മതിയല്ല, ദിശയും വേണം. നിങ്ങൾ ഓരോ നീക്കവും ആലോചിക്കാതെ ആവേശത്തിൽ സമ്മർദ്ദത്തിൽ എടുക്കുന്നുവെങ്കിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്യും. പക്ഷെ നിങ്ങൾ നിർത്തി ചിന്തിച്ചാൽ ഫലമെന്ത്, അപകടമെന്ത്, അവസരമെന്ത്? അപ്പോൾ നിങ്ങളുടെ ഓരോ നീക്കവും ശക്തമായിരിക്കും. നിങ്ങൾ ഈ 6 കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാറ്റം ഉടനെ സംഭവിക്കില്ല. ആദ്യം നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നും. ആളുകൾ നിങ്ങളെ മാറിയെന്ന് പറയും. ചിലർ നിങ്ങളെ വിട്ടുപോകും. പക്ഷെ ഇത് നല്ലതാണ്, കാരണം നിങ്ങൾ വളരുന്നു. മാസങ്ങൾക്കു ശേഷം നിങ്ങൾക്ക് ആത്മവിശ്വാസം വരും, നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കും, നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവും. ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കും, ആളുകൾ നിങ്ങളെ കേൾക്കുന്നു, ആളുകൾ നിങ്ങളെ മാനിക്കുന്നു, ആളുകൾ നിങ്ങളെ തേടുന്നു. നിങ്ങൾ ഒന്നും പറയേണ്ടതില്ല, നിങ്ങളുടെ നിലപാട് തന്നെ സംസാരിക്കും. ലോകം നിങ്ങളെ അവഗണിക്കുന്നത് അവരുടെ തീരുമാനമല്ല, നിങ്ങൾ അനുഭവിച്ച അവസ്ഥയാണ്. നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ വില മാറും, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ലോകം മാറും.
നിങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടാൻ ആദ്യം നിങ്ങൾ നിങ്ങളെ മാറ്റണം. നിങ്ങളുടെ വില ഉയരാൻ ആദ്യം നിങ്ങൾ നിങ്ങളെ ഉയർത്തണം. ഓർമ്മിക്കുക, ആരും നിങ്ങളെ നിസ്സാരമായി കാണില്ല. നിങ്ങൾ നിങ്ങളെ നിസ്സാരമായി കാണാത്ത പക്ഷം